പിടിച്ചോളാം. ചോദിച്ചോ. എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ BJP-യുടെ ചോദിച്ചോ. കാരണം 2014 ഇവര് അധികാരത്തിൽ വന്നപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാരണ്ടി തന്നിരുന്നു. 14 ഒന്ന് ഗ്യാസിന് വില കുറയ്ക്കുമെന്ന് പറഞ്ഞു, രണ്ടാമത് പെട്രോളിന് വില കുറയ്ക്കുമെന്ന് പറഞ്ഞു, കോടിക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതൊന്നും കൊടുക്കാതെ വിദേശത്തുനിന്നുള്ള കള്ളപ്പണം കൊണ്ടുവരുന്നു പറഞ്ഞു. അതുകൂടാതെ എല്ലാ ഒരു കുടുംബത്തിലേക്കും 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് പാവപ്പെട്ടവനെയൊക്കെ അക്കൗണ്ട് എടുപ്പിച്ചു. വിദേശത്ത് കോൺഗ്രസ്സുകാരുടെ ഫണ്ടാണ് മുഴുവനും എന്ന് പറഞ്ഞിട്ട് ഒരാളെപ്പോലും അവർക്ക് തെളിയിക്കാൻ പറ്റില്ല. കൂടാതെ ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റു. ഇനി ആകെ വിൽക്കാനുള്ളത് സുപ്രീം കോടതിയുണ്ട്, കേരളത്തിലെ എല്ലാ ഹൈക്കോടതികളുണ്ട്, പാർലമെന്റ് ഉണ്ട്, അതുപോലെ എല്ലാ സംസ്ഥാനത്തെയും നിയമസഭകളും മാത്രമല്ല. ഉത്തരം ഇനിയും ചോദ്യങ്ങളുണ്ടോ? ചുരുക്കി ചോദ്യമായിട്ട് ചോദിക്കണേ. ഗോവിന്ദനോടാണ്. നിങ്ങൾ കേരളത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, തമിഴ്നാട്ടിൽ എന്താണ് അവസ്ഥ? രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചാൽ നിങ്ങൾ വോട്ട് പിടിക്കുന്നത്? ഇത് CPM-ന്റെ പ്രവൃത്തിയോടാ? അതെ. ആദ്യം ഇനിയുണ്ടോ ചോദ്യം? പറഞ്ഞോ. പറയട്ടെ. വരാം. അല്ലല്ല പറഞ്ഞു. എന്തോ കാരണം അന്ന് മൻമോഹൻ സിംഗ് 430 രൂപയ്ക്കായിരുന്നു ഗ്യാസ്. അത് പറഞ്ഞു, വില കുറച്ചില്ല എന്നുള്ള പറഞ്ഞു. അല്ലല്ല, അതില് 1/3 നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നിരുന്നു സബ്സിഡി. ഇപ്പോഴത് 1100 ആയത് 200 രൂപ കുറച്ചു. ഈ കോടിക്കണക്കിന് കുടുംബങ്ങളിൽ നിന്നും ഇവർ എല്ലാ മാസവും 700 രൂപയോളം പോക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 10 വർഷം. പറഞ്ഞോട്ടെ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള BJP ഞാൻ പിടിച്ചോളാം. ചോദിച്ചോ. സംസ്ഥാനം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും മോഡിയുടെ റോഡ് ഷോ ഗ്യാരണ്ടി, എന്തുകൊണ്ട് മണിപ്പൂരി പോണില്ല? എന്താ റോഡ് ഷോ ആണ് തോന്നുന്നത്? ശരി. ഓക്കെ, അപ്പൊ ശിവശങ്കർ തുടങ്ങി. ഇത് ഇവരുടെ ചോദ്യത്തിന് പറയണോ ഇദ്ദേഹത്തിന്റെ? ഇവരുടെ ചോദ്യത്തിനോട് പറയാം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 15 ലക്ഷം രൂപയുടെ കഥ ഞാൻ പറഞ്ഞു മടുത്തതാണ്. അദ്ദേഹത്തിന് ഞാൻ സമയം കിട്ടുമെങ്കിൽ ഞാൻ ആ ഹിന്ദി പ്രസംഗം ഞാൻ ഇട്ടുകൊടുക്കാം. 2, ഈ ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും വില കുറച്ചുന്നു എന്ന് പറഞ്ഞപ്പോൾ മൻമോഹൻ സിംഗ് സർക്കാർ ഗ്യാസിന് വില കുറയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓയിൽ ബോണ്ട് എന്ന് പറഞ്ഞ് 20 ലക്ഷം കോടി രൂപയുടെ ഒരു കടബാധ്യത ഇന്ത്യക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു. അതല്ലാണ്ട് ഇത് ലോകത്തിൽ അല്ല മൻമോഹൻ സിംഗിൻ്റെ ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടിരില്ലല്ലോ. ഈ സബ്സിഡി ഉണ്ടാക്കുവാനായിട്ട് ഒരു ഓയിൽ ബോണ്ട് ഉണ്ടാക്കുകയും ലോകത്ത് നിന്ന് കടം വാങ്ങിക്കുകയും ആ പണം മുഴുവൻ BJP സർക്കാർ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അതൊരു നീണ്ട കഥയാണ്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ആ കടം വീട്ടേണ്ട ബാധ്യത എല്ലാ സർക്കാരിനെയും പോലെ BJP സർക്കാരിനും വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതി അടക്കം വിറ്റ് തീർക്കുന്നു എന്ന്. ഞാനൊരു കണക്ക് പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. ബാക്കിയുള്ളത് സുപ്രീം കോടതി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കേട്ടോ. സുപ്രീം കോടതി മാത്രമേ വിൽക്കാനുള്ളൂ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ പബ്ലിക് സർവീസ് അണ്ടർടേക്കിങ്ങിന്റെ ഒരു സർവേ ഉണ്ട്, ഇന്ത്യയിൽ കലാകാലങ്ങളായിട്ട് നടക്കുന്നതാണ്. അവരുടെ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റ് അത് കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് 2022-23 25.35 ലക്ഷം കോടി രൂപയാണ് പബ്ലിക് സർവീസ് അണ്ടർടേക്കിങ്ങിന് എന്റർപ്രൈസസിന് കേന്ദ്ര സർക്കാർ നൽകിയത്. ഇവർ 2013 എത്ര നൽകിയെന്നറിയാമോ? അതായത് ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 8,50,000 കോടി രൂപ. 8.5 ലക്ഷം കോടി രൂപ മാത്രമാണ് UPA സർക്കാർ നൽകിയപ്പോൾ അതിൻ്റെ 3 ഇരട്ടിയാണ് BJP സർക്കാർ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് നൽകിയത്. മിണ്ടല്ലേ. ഈ സംസ്ഥാന സർക്കാരിൻ്റെ കണക്കിൽ പോലും ഉണ്ട്. ഈ സംസ്ഥാന സർക്കാർക്ക് ഈ കേരളത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 32,000 കോടി രൂപ ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ 2013 നൽകിയപ്പോൾ ഇപ്പോൾ 78,000 കോടി രൂപ നൽകുന്നു. കണക്കുകളാണ് സംസ്ഥാനത്തിൻ്റെ ഒരു ഗവൺമെൻറ് നൽകിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലും കേരള ഫിനാൻസ് കമ്മിറ്റി റിപ്പോർട്ടിൽ അതിലും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ ഇതെല്ലാം കൃത്യമായി കണക്ക് പറയാതെ ഞാൻ ചോദിച്ചല്ലോ ഇങ്ങനെ എന്നാ ഫെഡറൽ FACTയിൽ സമരം ചെയ്തതെന്ന്. FACTയിൽ സമരമില്ല. ഒരു ചോദ്യം കൂടെ മണിപ്പൂരിൽ പ്രധാനമന്ത്രി പോയില്ല എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തുലയ്ക്കുന്നത് കണക്ക് പ്രകാരം ശരിയല്ല. ഇവര് കണക്ക് പഠിച്ചിട്ടില്ല. ഇപ്പൊ ആ ചേട്ടന്മാർ കണക്ക് പഠിച്ചില്ല, ഞാൻ സമ്മതിച്ചു. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ 700 രൂപ
ചോദിച്ച് വിജയകുമാർ. ഒരു വർഷം എത്ര രൂപ വിജയകുമാർ. ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ നിങ്ങൾ ഒരുപാട് പേര് ഉറക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കണക്കുകൾ കൃത്യമായിട്ട് പറ. വിജയകുമാർ. കണക്കുകൾ പറ. നുണയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്ലാനിംഗ് ബോർഡിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണക്കുകൾ പറയേണ്ട കാര്യങ്ങളാണ്. സത്യാവസ്ഥ ഇദ്ദേഹത്തിന് അറിയാം, ഇദ്ദേഹത്തിന്റെ സീനിയർ നേതാക്കൾ അറിയാം. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഹങ്കർ ഇൻഡെക്സ് ഈ പറയുന്നത് ഈ ജർമ്മനിയിലും അവിടെയുള്ള ഒരു പെട്ടിക്കടയിൽ ഇരുന്ന് 4 പേരുണ്ടാക്കിയ റിപ്പോർട്ട് 300 പേരെ കണ്ടിട്ടുണ്ട്. 8 പേരോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് അംഗീകരിക്കാത്ത റിപ്പോർട്ട്, ഒരു മനുഷ്യൻ അംഗീകരിക്കാത്ത റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ട് സംസ്ഥാനത്ത് മുഴുവൻ CPM പറയുകയാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും തകർന്ന രാഷ്ട്രമാണ്, പട്ടിണിപ്പാവങ്ങളുടെ രാഷ്ട്രമാണ്, പാകിസ്ഥാനും പുറകെയാണ്, അഫ്ഗാനിസ്ഥാനും പുറകെയാണ്. എന്നിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വരും, ഇവർ സ്വീകരിക്കുകയും ചെയ്യും. ഇതെന്തൊരു ഗതികേടാണ്. ശ്രീലങ്കയെക്കാട്ടിലൊക്കെ പുറകെയാണ്. ശ്രീലങ്കയ്ക്ക് ഇന്ത്യ കടം കൊടുക്കണം, ഇതല്ലേ പറയുന്നത്. ഇതൊന്നും ഒരു ന്യായമില്ല. കണക്കുകളോട് അംഗീകരിക്കുന്നില്ല. ഞാൻ എല്ലാവരിലേക്കും വരാം. ഒരു ചെറിയ ഇടവേള എടുക്കേണ്ട സമയം. ഇടവേള കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചോദ്യങ്ങളുടെ മറുപടിയുമായി വീണ്ടും വരാം. ആദ്യം ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഈ ചർച്ച തുടരും.